ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമല്ല, നമുക്കെല്ലാം അറിയുന്ന നമ്മളെ നാടൻ മത്തി ഫ്രൈ ആണ്. അപ്പോൾ മത്തി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. മത്തി ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കിലോ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മത്തി കഴുകി വൃത്തിയാക്കി നല്ല വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ മസാല ഉള്ളിലൊക്കെ പോയി പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വരയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ശേഷം വലിപ്പം കൂടിയ മത്തിയാണ്. അപ്പോൾ ഇതിന് മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി അതൊരു 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുരുമുളക് പൊടി 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 മുറി നാരങ്ങയാണ്. അതിൻ്റെ ജ്യൂസ് നന്നായി നമുക്ക് ചേർത്ത് കൊടുത്ത് മസാല നന്നായി മിക്സ് ചെയ്തെടുക്കാം. നാരങ്ങ ജ്യൂസിൻ്റെ ഒരു ജ്യൂസ് മസാല മിക്സ് ചെയ്യാൻ കുറവുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആ മീൻ നമുക്ക് ആ മസാലയിൽ നന്നായി പുരട്ടിയെടുക്കാം. മീൻ മസാല പുരട്ടിയെടുത്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെയാണ് നല്ലോണം മീനിലെ മസാലയൊക്കെ പിടിച്ചിരിക്കും. അതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. മീനൊക്കെ മസാല പുരട്ടി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 20 മിനിറ്റ് ഇത് മസാല ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫിഷ് വറുക്കുമ്പോൾ, മത്തി വറുക്കുമ്പോൾ എപ്പോഴും തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് അതിന് ലഭിക്കുകയുള്ളൂ. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മത്തി ഓരോന്നായി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം ഞാൻ തീ ഒന്ന് സ്ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. സ്ലോ ഫയർ ആക്കിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേകാതുകൊണ്ട് പെട്ടെന്ന് പുറം കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. കളറൊക്കെ നഷ്ടപ്പെടും. അതുപോലെ ഒട്ടിപ്പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായതിന് ശേഷം ഒന്ന് സ്ലോ ചെയ്ത് വെക്കുക. അതിന് ശേഷം മാത്രം മത്തി പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടും പൊട്ടാതെ ഉണ്ട്. കറക്റ്റായിട്ട് മീൻ നമുക്ക് മറിച്ചിടാൻ പറ്റുന്നുണ്ട്. ആ തീയൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ലഭിക്കുന്നത്. അപ്പോൾ എപ്പോഴും മീനൊക്കെ വറുക്കുമ്പോൾ തീയൊക്കെ കറക്റ്റ് കൺട്രോൾ ചെയ്യുക. അങ്ങനെ നമുക്ക് മീൻ ഒട്ടും പൊട്ടാതെ ഉണ്ട്, ഒട്ടിപ്പിടിക്കാതെ ഉണ്ട്. ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. മത്തി ഫ്രൈ ഒക്കെ നമ്മളൊക്കെ എല്ലാ വീടുകളിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ചേർത്തിട്ടില്ല. ഒരു നാരങ്ങ നീര് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പോൾ മീൻ നല്ല മൊരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.